ബിഹൈൻഡ് ദ സിനിമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നവംബർ 21 റിലീസാവുന്ന പൃഥ്വിരാജ് സുകുമാരന്റെ വിലായത് ബുദ്ധ എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയിട്ടാണ്. അപ്പോൾ കുറെ കാലമായിട്ട് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന, കുറെ കാലമായിട്ട് അപ്ഡേറ്റ് തന്നുകൊണ്ടിരുന്ന സിനിമയായിരുന്നു. ഫൈനലി അത് തിയേറ്ററിൽ എത്തുകയാണ്. അപ്പോൾ ആ സിനിമയെ പറ്റി പറയാം. അപ്പൊ നമ്മളെ സച്ചി ചെയ്യുന്ന സിനിമയായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ മരണത്തോട് തുടർന്ന് അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ആയിട്ടുള്ള ജയനമ്പ്യാരാണ് ഇപ്പൊ സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയില് GR ഇന്ദുഗോപന്റെ സെയിം പേരിലുള്ള നോവൽ വിലായത് ബുദ്ധ എന്ന് പറഞ്ഞിട്ടുള്ള നോവലില് ഒരു ഗുരുവും അദ്ദേഹത്തിന്റെ കൊള്ളക്കാരനായിട്ടുള്ള ശിഷ്യനും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് വൈസുള്ള ഒരു പ്രത്യേക ചന്ദനമരം അദ്ദേഹത്തിന്റെ യാർഡിൽ അദ്ദേഹം വളർത്തി അത് ഇയാള് കട്ട് ചെയ്യാൻ നടക്കണം ട്രെയിലർ അതന്നെ കാണിച്ചു. അപ്പൊ ആദ്യം ഇതിന്റെ കാസ്റ്റ് വേറെ ആയിരുന്നു. കോട്ടയം രമേഷും പൃഥ്വിരാജും ആയിരുന്നു മെയിൻ കാസ്റ്റിൽ ഉണ്ടായിരുന്നത് ആദ്യം. ഇപ്പൊ നമ്മൾ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടത് ഷമ്മി തിലകനും പൃഥ്വിരാജുമായി മാറി സിനിമ റീഷൂട്ട് ചെയ്തു എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി. കാരണം അത് അവരെ വെച്ചിട്ട് തന്നെ കുറെ ഭാഗങ്ങള് ഷൂട്ട് അനൗൺസ്മെന്റ് നടത്തിയത് 2023 നമ്മുടെ കോട്ടയം രമേശ് സിനിമ പിന്മാറിയത്. അപ്പൊ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ നമുക്കറിയാം ആ വെള്ളരിപ്പട്ടണ പറഞ്ഞ സിനിമയുടെ സമയത്താണ് അദ്ദേഹം പിന്മാറിയത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇത്രയും കൊല്ലം സമയം എടുത്തിട്ടുണ്ട് റീഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്ര സമയം എടുത്ത് തന്നെ ഇതിന് ഇതായിരിക്കണം. കാരണം മേജർ ക്യാരക്ടർ ആണല്ലോ പുള്ളിക്കാരൻ ചെയ്യുന്നത്. ഇപ്പൊ കഥയിൽ പറഞ്ഞ മാതിരി തന്നെ ഒരു സ്മഗ്ലറായിട്ട് ഡബിൾ മോഹൻ എന്നുള്ള ക്യാരക്ടറാണ് പൃഥ്വിരാജ് ചെയ്യുന്നത്. അപ്പോ ക്യാരക്ടർ നെയിം കഥയില് ഡബിൾ മോഹൻ എന്നുള്ള പേരാണ്. ഭാസ്കരൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഷമ്മി തിലകൻ ചെയ്യുന്ന ക്യാരക്ടർ കഥയില്. സിനിമയിലേക്ക് വരുമ്പോ നമുക്ക് മാറ്റങ്ങൾ വിചാരിക്കാമല്ലോ. അപ്പൊ സിനിമ ഒരു പ്യുവർ ആക്ഷൻ എന്റർടൈനർ എന്നുള്ള ലെവലില് ഒരു കമേഴ്ഷ്യൽ ഫിലിം ആയിട്ടാണ് വരുന്നത്. ഈ പറഞ്ഞ മാതിരി ഒരു പുഷ്പ വൈബ് തരുന്ന രീതിയിലാണ്. പല ആൾക്കാരും അതുമാതിരി ആണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോ സിനിമയുടെ ക്രൂ പ്രധാനമായിട്ട് ഇപ്പൊ പറയേണ്ടത് സിനിമയുടെ റൈറ്റിംഗ്. ജയൻ നമ്പ്യാർ ഡയറക്ട് ചെയ്യണ സിനിമ എഴുതിയിരിക്കുന്നത് GR ഇന്ദുഗോപനും, നോവലിന്റെ റൈറ്റർ GR ഇന്ദുഗോപനും രാജേഷ് പിന്നാടനുമാണ്. അപ്പൊ അവര് ഒരുമിച്ച് തെക്കൻ തല്ലിയേസൊക്കെ എഴുതിയിട്ടുള്ളതാണ്. പിന്നെ സിനിമയുടെ ക്യാമറ നമ്മുടെ അരവിന്ദ് കശ്യപ്, അതുപോലെ തന്നെ റണഡേഴ്സ്. അരവിന്ദ് കശ്യപിന് പ്രത്യേകിച്ച് നമ്മള് കാന്താര സീരീസ് നോക്കിക്കഴിഞ്ഞാലോ, 777 നോക്കിയാലോ, ബെൽബോട്ടം മുതൽ നമ്മളെ ഋഷഭ് ഷെട്ടിയുടെ ഒപ്പമുള്ള ആളാണ്. കൂട്ടിക്കൊണ്ടെന്നാണ് പൃഥ്വിരാജ് എന്ന് വിചാരിക്കുന്നത്. അപ്പൊ പ്രണദീവിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ പൃഥ്വിരാജിന്റെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ചെയ്തിട്ടുണ്ട്. അമൽ നീരദിന്റെ. അപ്പൊ ലാസ്റ്റ് നമ്മുടെ ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി ചെയ്തിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ലൊരു വർക്കാണ്. അടുത്ത് നമുക്ക് എടുത്തു പറയേണ്ടത് മ്യൂസിക് ജെക്സ് ബിജെ. കാരണം ടീസർ വന്ന സമയത്ത് അത്യാവശ്യം നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. അല്ല അതെ, ആക്ച്വലി ടീസറത്തെ മ്യൂസിക് മോശം തന്നെ ആയിരുന്നു. പക്ഷെ ഇന്നലെ ട്രെയിലർ വന്ന് നോക്കുമ്പോ അതിന്റെ ഒക്കെ ഒരു മാറ്റം വന്നു. സിനിമയിലെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ആക്ഷനാണ്. കാരണം പക്ഷെ ട്രെയിലറിൽ അധികം കാണിച്ചിട്ടില്ല, വളരെ കുറച്ച് മാത്രമേ കാണിച്ചുള്ളൂ. പക്ഷെ അതെ, അപ്പൊ രാജശേഖർ മാസ്റ്റർ, കലൈ കിങ്സൺ, സുപ്രീം സുന്ദർ, അങ്ങനെ 4 പേരാണ് സിനിമയുടെ ആക്ഷനിൽ വരുന്നത്. അതില് മഹേഷ് മാത്യു നമ്മളെ കാന്താരുടെ കോറിയോഗ്രാഫറാണ്. നമുക്കറിയാം. പിന്നെ ഒക്കെ പൃഥ്വിരാജ് ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ. ഇപ്പൊ കലൈകിങ്സ് ഇപ്പം പൊതുവെ എല്ലാവരും വിളിക്കുന്നതാണ്. പിന്നെ രാജശേഖർ മാസ്റ്റർ നമ്മളെ അയ്യപ്പൻ കോച്ചിയുടെ കോറിയോഗ്രാഫർ. സുപ്രീം സുന്ദർ നമ്മളെ തല്ലുമാല. അപ്പൊ അങ്ങനെ എല്ലാതും നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നല്ല പോലെ രസിച്ച് കാണാൻ പറ്റുള്ള ആക്ഷൻ കമേഴ്ഷ്യൽ ഫിലിം തന്നെ ആവട്ടെ. കാരണം ആക്ച്വലി പൃഥ്വിരാജിന്റെ ആവശ്യം അങ്ങനത്തെ ഒരു പടം തന്നെയാണ്. കരഞ്ഞു വരാമെന്ന സിനിമ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഡ്രാമ പടങ്ങളുണ്ട്. അല്ല, ഖലീഫയുടെ ഒരു ചെറിയ ഇത് വന്നപ്പോ അടുത്ത ഓണം വരെ വെയിറ്റ് ചെയ്യണം. അപ്പൊ അതിനു മുമ്പ് എന്തായാലും നല്ല കമേഴ്ഷ്യൽ ഫിലിം വരട്ടെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുഷ്പയുടെ കാര്യം എന്ന് പറയണം. കാരണം എല്ലാവരും ഇത് പുഷ്പയുടെ കോപ്പിയാണെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി പുഷ്പൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ വന്നിട്ടുള്ള, അതിനു മുമ്പേ നോവലായിട്ട് വന്നിട്ടുള്ള ഒരു പടമാണ്. പിന്നെ ആ കഥ ഇതും തമ്മിൽ എന്ത് അതെ അത് നമ്മുടെ ഇത് പറഞ്ഞല്ലോ. അത് നമുക്ക് ആർട്ടിന്റെ കാര്യം നമുക്ക് എടുത്തു പറയണം. അതിൽ യൂസ് ചെയ്തിട്ടുള്ള മരങ്ങൾ ഉൾപ്പെടെ അവരുണ്ടാക്കിയതാണെന്ന് പറയുമ്പോ അത് അത്രമേൽ അത്ഭുതത്തോടെ നോക്കിക്കല്ലാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ആഴ്ച നല്ലൊരു പടം കാണാൻ പറ്റട്ടെ.